മഡഗാസ്കർ ദ്വീപിൽ നിന്നും ആശംസകൾ. ഒരു സിൽവർ ജൂബിലി കൃതജ്ഞതാ സ്തോത്രം. നിയമാവർത്തനം 15-ാം അധ്യായവും ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായവും ജൂബിലി വർഷത്തിൽ നന്മയിലേക്ക് തിരിയാനും ദൈവത്തോടു കൂടെ ആയിരിക്കാനുമുള്ള ആഹ്വാനമാണ് നൽകുന്നത്. 2019 നാട്ടിൽ വന്നപ്പോൾ 1996 പട്ടം ലഭിച്ച ഞങ്ങളുടെ അച്ഛന്മാർ 2021 സിൽവർ ജൂബിലി എങ്ങനെ കൊണ്ടാടണം എന്ന് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചത് വേറൊരു രീതിയിലാണ്. എൻ്റെ പേരിൽ ഒരു ജൂബിലി മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ആഘോഷിച്ച് അഭിനന്ദനങ്ങൾ നേടാൻ മാത്രം കഴിഞ്ഞ 25 വർഷക്കാലത്തിൽ എന്ത് യോഗ്യതയാണ് ഞാൻ നേടിയത്? പാപിയായ അയോഗ്യനായ എന്നെ ഇപ്പോഴും എൻ്റെ തമ്പുരാൻ സഹിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ജൂബിലി അത് ഞങ്ങൾ തമ്മിൽ മാത്രം ആഘോഷിക്കേണ്ടതല്ല. എങ്ങനെ ഇത് കോലാഹലങ്ങൾ കൂടാതെ നിശബ്ദമായി എൻ്റെ സതീർത്ഥ്യരെ വിഷമിപ്പിക്കാതെ ആഘോഷിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് പാപവും പുണ്യവും വേർതിരിക്കലല്ല, തികച്ചും വ്യക്തിപരമായ ഒരു ആഗ്രഹം മാത്രമായിരുന്നു. ദൈവത്തോടു കൂടി തനിച്ച് ഈ വർഷം കൊണ്ടാടുക എന്നത്. ചുറ്റുമുള്ളവർ തങ്ങളുടെ ആഗ്രഹങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒഴുക്കിനെതിരെ നീന്തുന്നതിൻ്റെ ഒരു ഭാരം അനുഭവപ്പെട്ടിരുന്നു. തിരിച്ചു മഡഗാസ്കറിൽ എത്തിയപ്പോൾ ഉർവശി ശാപം ഉപകാരം എന്ന മട്ടിൽ കൊറോണ വൈറസ് മൂലം രാജ്യങ്ങൾ അതിർത്തികൾ അടച്ചു തുടങ്ങി. കൊറോണ വൈറസ് ഞങ്ങളെ ബാധിച്ചില്ല. എന്നാൽ സുരക്ഷിത സംവിധാനം അനുസരിച്ച് ദീർഘദൂര യാത്രകൾ മുടങ്ങിയപ്പോൾ തമ്പുരാനോട് കൂടെ സമാധാനമായിരിക്കുവാൻ കൂടുതൽ സമയം ലഭിച്ചു. അതായിരുന്നു ജൂബിലി വർഷത്തിൽ ഞാൻ ആഗ്രഹിച്ചതും വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നായി. ദൈവം അയോഗ്യനായ എന്നോട് കാണിക്കുന്ന കാരുണ്യത്തിന് കനം കൂടി വന്നു. ഒന്നും എനിക്ക് നഷ്ടപ്പെടുവാൻ ഇടവരുത്തിയതുമില്ല. കൊറോണ കാലത്തെ ഈ ജൂബിലി ശാന്തതയിലാണ് ഞങ്ങളുടെ മിഷൻ അനുഭവങ്ങൾ വീഡിയോ ക്ലിപ്പുകളായി പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. പോരായ്മകൾ ഉണ്ടെങ്കിലും അതും ഈശോയുടെ കനം കൂട്ടുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നു. അതുമൂലം ഗ്രാമങ്ങളിലെ സുവിശേഷവൽക്കരണത്തിന് മിഷനെ സ്നേഹിക്കുന്നവരുടെ ആത്മീയവും ഭൗതികവുമായ സഹായവും ഉണ്ടായി. ഈ നിശബ്ദ വർഷത്തിൽ ഈശോ തന്ന മറ്റൊരു വലിയ അനുഗ്രഹമാണ് ഞങ്ങളെ CMI സഭയെ ഏൽപ്പിച്ച ബെത്താലത്താല മിഷൻ. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, വെള്ളത്തിന് ദൗർലഭ്യമുള്ള 9 ഗ്രാമപള്ളികൾ ചേർന്ന ഭൂപ്രദേശം. രാത്രികളിലെ ഏകാന്തതയിൽ ഗ്രാമത്തിന് പുറത്ത് തൽക്കാലത്തേക്ക് രണ്ടാമതൊരു മനുഷ്യജീവിയില്ലാത്ത ഞങ്ങളുടെ ഭവനം. ഇവിടെ 25 വർഷം തെക്കുവടക്ക് നടന്ന എനിക്ക് വ്യക്തിപരമായി ലഭിച്ച ഒരു ദൈവദാനമായി അത് അനുഭവപ്പെടുന്നു. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മുടെ പോരായ്മകളിലാണല്ലോ തമ്പുരാൻ്റെ താങ്ങ് നമുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. ചെറുപ്പം മുതൽ തമ്പുരാൻ്റെ ഒരു കരുതൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അത് ഇങ്ങനെയാകാം. 23-ാമത്തെ വയസ്സിൽ CMI സഭയിൽ ഞാൻ എത്തിയത് യാദൃച്ഛികമായിരുന്നു. ഞങ്ങളുടെ സഭയിൽ ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് റീജൻസിക്കായി ഡേവിയസിനോടൊപ്പം അയക്കപ്പെട്ടതും ഞാൻ സ്വപ്നം കാണാത്തതായിരുന്നു. മിഷണറി ആകുവാൻ ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അങ്ങനെ ഒരു മിഷണറി ഷമ്മാശനായി. എൻ്റെ 33-ാമത്തെ വയസ്സിൽ എൻ്റെ പട്ടത്തിന് എൻ്റെ ജന്മനാട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ്റെ ആഗ്രഹം കൊണ്ടായിരുന്നില്ല. ഞാൻ 5 വർഷം പഠിച്ച ക്രൈസ്റ്റ് കോളേജിലെ ചാപ്പലിൽ വെച്ച് നടന്ന പട്ടം എൻ്റെ സ്വർഗീയ മധ്യസ്ഥനും കർത്താവിൻ്റെ അരുമശിഷ്യനുമായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാളായ ഡിസംബർ 27 ഒരു വെള്ളിയാഴ്ച തന്നെ ആക്കപ്പെട്ടതും എൻ്റെ ആഗ്രഹം മൂലമായിരുന്നില്ല. പവിത്രമായൊരു ദാനം എൻ്റെ പൊങ്ങച്ചത്തിന് ഒരു അവസരമാകാതിരിക്കുവാൻ വീഡിയോ പിടുത്തം വേണ്ടെന്ന് വെച്ചു. വൈകാരികമായ ഒരു പ്രതിപത്തി കുറയ്ക്കുവാൻ എനിക്ക് മാത്രമായ ഒരു പുത്തൻ കാപ്പയും വേണ്ടെന്ന് വെച്ചു. എങ്കിലും തലേ ദിവസം വെഞ്ചിരിപ്പ് കഴിഞ്ഞ ഒരു പുതിയ ദേവാലയം തന്നെ മുരിയാട് എൻ്റെ പുത്തൻ കുർബാന വേദിയായി തമ്പുരാൻ ഒരുക്കി തന്നു. 23 വയസ്സുവരെ ആൾക്കാര ശുശ്രൂഷയായിരുന്നത് ഇവിടുത്തെ പഴയ ദേവാലയത്തിലായിരുന്നല്ലോ. പട്ടം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ തന്നെ വെണ്ണൂർ ഇടവകയിൽ വികാരിയാകാനും അമ്പഴക്കാട് നൗഷേറ്റ് ഗോവേന്തിയിൽ ജൂനിയേഴ്സിൻ്റെ മാസ്റ്റർ ആകുവാനും തമ്പുരാൻ അവസരം നൽകി. 1 വർഷത്തിനുള്ളിൽ ലൂയിസ് രാജ് അച്ഛനോടൊപ്പം മഡഗാസ്കറിൽ പോകുവാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അനുവാദം ലഭിച്ചതും അവിടുത്തെ അനുഗ്രഹം തന്നെ. ഇതൊക്കെ യാദൃച്ഛിക സംഭവങ്ങളായിരുന്നുവെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തമ്പുരാൻ എനിക്ക് വേണ്ടി ഇത് കരുതിയെങ്കിൽ എങ്ങനെ നന്ദി പറഞ്ഞാലാണ് എൻ്റെ കടം വീടുക? ദൈവത്തിൻ്റെ മുൻപിൽ എന്തെങ്കിലും എൻ്റേതെന്ന് അവകാശപ്പെടാൻ യോഗ്യതയില്ലാത്ത എനിക്ക് ഒരു ആഘോഷം മതി. ഞാൻ കാണാത്ത എൻ്റെ മരണ ദിവസത്തെ ആഘോഷം. അന്നാണെങ്കിൽ എന്നെക്കുറിച്ച് പറയുന്ന സങ്കല്പങ്ങൾ കേട്ട് എനിക്ക് വീണ്ടും പൊക്കം വർദ്ധിക്കില്ലല്ലോ. എൻ്റെ പോരായ്മകളിലൂടെ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാന് മഹത്വം. അവിടത്തേക്ക് നന്ദി, അവിടത്തേക്ക് സ്തുതി. ഞാൻ ഈ ഷെയറിങ് നടത്തിയത് ഇനി ഒന്നും കിട്ടാനല്ല, കിട്ടിയതിൻ്റെ നന്ദി പറയാൻ മാത്രം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.